അപ്പോൾ നമ്മുടെ കുക്കറി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേപോലെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ താരം എന്ന് പറയുന്നത് നമ്മുടെ ആറ്റംബർഗിൻ്റെ സെനോവാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 550 വാട്ടിൻ്റെ BLDC മോട്ടറുള്ള ഒരു മിക്സർ ഗ്രൈൻഡറാണ് നമ്മുടെ ഇന്നത്തെ താരം. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതിന് മുന്നേ ഒരു അൺബോക്സിങ് നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ അൺബോക്സിങ് കണ്ടിട്ട് വാ. അൺബോക്സിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അൺബോക്സിംഗ് കണ്ട ശേഷം നമ്മളിനി ഇതിനെ ഒന്ന് പ്രാക്ടിക്കലി ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് അത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഒരു BLDC മോട്ടറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഓൾ സെറ്റാണ്. നമ്മുടെ ഇവിടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഗ്രൈൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടായാലും അല്ലെങ്കിൽ അരയ്ക്കുന്നതിനെ പറ്റിയിട്ടായാലും അല്ലെങ്കിൽ എല്ലാ ആവശ്യങ്ങൾക്കും ഇതേപോലൊരു തേങ്ങ ഭയങ്കര ബെസ്റ്റാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ ചമ്മന്തി ആയിരുന്നു അരച്ചിരുന്നത്. അപ്പോൾ ചമ്മന്തിക്കുള്ള സാധനങ്ങൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ തേങ്ങ വെറുതെ അരച്ചാണ് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ ഒരു മിക്സർ ഗ്രൈൻഡറിൻ്റെ മൊത്തത്തിലൊന്ന് പരിചയപ്പെടാം. സോ ആറ്റംബർഗിൻ്റെ ഈ ഒരു BLDC മിക്സർ ഗ്രൈൻഡറിൻ്റെ അകത്ത് നമുക്ക് 4 ജാറുകളാണ് വരുന്നത്. ഓരോ ജാറും ഞാൻ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 500 ലിറ്ററിൻ്റെ ഒരു ചോപ്പർ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് സവോള അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ചോപ്പർ യൂസ് ചെയ്താൽ മതി. ശരിക്കും പറയാലോ ഈ ഒരു സാധനത്തിൻ്റെ യൂസ് കേസ് നിങ്ങൾക്ക് ഇപ്പോഴൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. 2 കിലോയ്ക്ക് മേളിൽ വീട്ടിൽ ചിക്കൻ മേടിക്കുന്ന സമയത്ത് അതിന് ഉള്ളി എരിയേണ്ട സിറ്റുവേഷൻ വന്നിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ വില എത്രത്തോളമാണെന്നുള്ളത്. പെട്ടെന്ന് നമുക്ക് ഉള്ളി സവാള സാധനങ്ങളെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ 500 ml ചോപ്പർ ഭയങ്കര യൂസ്ഫുൾ ആണ്. ആൻഡ് ഈ ചോപ്പറിൻ്റെ സൈഡും അതുപോലെ തന്നെ മേൽഭാഗവും നല്ല പക്കയായിട്ട് അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ചോപ്പാവുന്ന സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരുപാട് നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫൈൻ ചോപ്പായി പോവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ വരുന്നത് 500 ml ചട്നി ജാർ. ഇതാണ് ചട്നി ജാർ. നിങ്ങൾക്ക് ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫൈനായിട്ട് നമ്മുടെ തേങ്ങയൊക്കെ അരച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. മീൻകറിക്ക് വേണമെന്നുണ്ടെങ്കിൽ മീൻകറിക്കൊക്കെ അരയ്ക്കൂലേ, അതെല്ലാം ഇതിനകത്ത് തന്നെ. പിന്നെ വരുന്നത് 1 ലിറ്ററിൻ്റെ ഡ്രൈ ഗ്രൈൻഡിങ് ജാർ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇപ്പം ഉഴുന്നൊക്കെ പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ അരിയൊക്കെ പൊടിച്ചെടുക്കണം, അങ്ങനെ ഡ്രൈ ആയിട്ട് സാധനങ്ങൾ ഇപ്പോൾ ചമ്മന്തിപ്പൊടിയൊക്കെ പൊടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ പൊടിക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്ററിൻ്റെ ഒരു ഡ്രൈ ജാറുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലുത് 1.5 ലിറ്ററിൻ്റെ ഒരു ലിക്വിഡൈസിങ് ജാർ. ഇതിനകത്താണ് നമ്മൾ ജ്യൂസും സാധനങ്ങളൊക്കെ അടിച്ചെടുക്കാനുള്ളത്. ഈ 1 ലിറ്ററിൻ്റെയും 1.5 ലിറ്ററിൻ്റെ ജാറിൻ്റെ മേളിലായിട്ട് നമുക്കൊരു ടോപ്പ് ഓപ്പണർ ഉണ്ട്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനോ ഇട്ട് കൊടുക്കാനോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, ഈ ലിക്വിഡൈസിങ് ജാറിൽ തന്നെയായിരിക്കും നിങ്ങളുടെ ദോഷമാവുന്ന സാധനങ്ങളൊക്കെ അരയ്ക്കേണ്ടത്. ഓക്കെ, പിന്നൊരു കാര്യമുണ്ട്. ആറ്റംബർഗിൻ്റെ ഏറ്റവും വലിയ ഈ ഒരു ജാറിൽ നമുക്ക് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വരെ അരച്ചെടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇനി എത്ര കട്ടി കൂടിയ സാധനം അരയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാലും അരയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ താരമായിട്ടുള്ള ആറ്റംബർഗിൻ്റെ ഈ ഒരു മിക്സർ നോക്കിക്കഴിഞ്ഞാൽ താഴെയായിട്ട് ഒരു സക്ഷൻ ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കിച്ചണിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അനങ്ങത്തൊന്നുമില്ല. കണ്ടോ, ഇതിങ്ങനെ പെട്ടെന്ന് അനക്കിയെടുക്കാനൊന്നും പറ്റില്ല. നമ്മളിങ്ങനെ വലിച്ച് പൊക്കിയെടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫേം ആയിട്ടിരുന്നോളൂ. ഇനി കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള സാധനമാണ്. അത് ഞാൻ ഇപ്പോൾ കുറേ പേര് കഴിഞ്ഞ വട്ടം നമ്മൾ BLDCയുടെ ഒരു പ്രോഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്തിയപ്പോൾ പലരും ചോദിച്ചിരുന്നൊരു കാര്യം, അത് ഞാൻ കുറച്ച് പാടാണ് മനസ്സിലാക്കാൻ. ബട്ട് ഇത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മൊത്തം ഈ ഒരു ഇൻഫർമേഷൻ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഒന്നാമത്തത് എന്താണ് ഈ BLDC മോട്ടർ? നമുക്ക് 3 തരത്തിലുള്ള മോട്ടേഴ്സ് ഉണ്ട്. AC മോട്ടർ, DC മോട്ടർ, BLDC മോട്ടർ. അപ്പോൾ ഈ AC മോട്ടറിനും DC മോട്ടറിനും അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും ഗുണങ്ങളും ഉണ്ട്. ഈ AC മോട്ടറിൻ്റെയും DC മോട്ടറിൻ്റെയും ഗുണങ്ങൾ മാത്രം എടുത്തുണ്ടാക്കിയിട്ടുള്ള സാധനമാണ് ഒരു BLDC മോട്ടർ. നമ്മുടെ പണ്ടത്തെയൊക്കെ മിക്സിക്കകത്തുള്ള DC മോട്ടർ നോക്കിക്കഴിഞ്ഞാൽ DC മോട്ടർ ഒട്ടും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മോട്ടറല്ല. നിങ്ങൾക്കറിയാം DC മോട്ടർ വെച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഈ കാലത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എനർജി കൺസപ്ഷൻ ഭയങ്കര കൂടുതലാണ്. പക്ഷേ അത് ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് കൺട്രോളബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ടോർക്കും ഉണ്ട്. ടോർക്ക് മീൻസ് ദ ഫോഴ്സ്. ഒരു ആക്സിസിൽ ആ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഫോഴ്സിനാണ് ഈ ടോർക്ക് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഭയങ്കര ഫോഴ്സ് ആയിരിക്കും DC മോട്ടറിന്. എന്നാൽ AC മോട്ടർ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതാണ്, നല്ല ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ളതാണ് AC മോട്ടർ. പക്ഷേ കൺട്രോളബിലിറ്റിയും ആ ഒരു ടോർക്കും നമുക്ക് കുറച്ച് കുറവാണ്. എന്നാൽ BLDCയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക്
നല്ല ടോർക്കും കിട്ടും, നല്ല കൺട്രോളബിലിറ്റിയും കിട്ടും, നല്ല എഫിഷ്യൻസിയും കിട്ടും. ഇതെല്ലാം കൂടി വരുന്നതാണ് നമ്മുടെ BLDC മോട്ടർ. ഏകദേശം 80 മുതൽ 95% വരെ നമ്മുടെ BLDC മോട്ടേഴ്സ് എഫിഷ്യൻ്റ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ വീട്ടിൻ്റെ അകത്തുള്ള പല സാധനങ്ങളും ഇപ്പം മോട്ടറൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ BLDC മോട്ടറുള്ള സാധനങ്ങൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എനർജി കൺസപ്ഷൻ കുറയ്ക്കാൻ പറ്റും. അതായത് നല്ല എഫിഷ്യൻ്റ് ആയിരിക്കും. ബട്ട് കമ്പയർ ടു DC മോട്ടർ ആൻഡ് AC മോട്ടർ ഇത് കുറച്ച് പൊടിക്ക് വില കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് സേഫ്റ്റി ഫീച്ചർ ഉണ്ട്. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾട്ട് LED ഇൻഡിക്കേറ്റർ. ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിക്സഡ് ഗ്രൈൻഡറിൻ്റെ പുറത്ത് ജാറ് സെക്യൂർ ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മുടെ മിക്സർ വർക്ക് ആവുള്ളൂ. ഇപ്പം ജാറ് ഇതിൻ്റെ പുറത്ത് പ്ലേസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ജാറ് വെച്ചു ലോക്ക് ചെയ്തിട്ടില്ല, ആ സമയത്ത് നമ്മളിതിന് ഓൺ ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ വർക്കാവില്ല. ഇതാണ് ആ ഒരു ഫോൾട്ട് LED ഇൻഡിക്കേറ്റർ. നമ്മളിതിനെ കറക്റ്റായിട്ട് സെക്യൂറായിട്ട് വെച്ചാൽ മാത്രമേ വർക്കാവുള്ളൂ. കണ്ടോ, ഒരുപാട് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ വലിയൊരു ക്വാണ്ടിറ്റി അരച്ചെടുക്കുന്നുണ്ട്. ഇത് ഓവർ ഹീറ്റ് ആയിക്കഴിഞ്ഞാൽ, നമ്മുടെ മിക്സർ ഗ്രൈൻഡർ ഓവർ ഹീറ്റ് ആയിക്കഴിഞ്ഞാലും ഇവിടെ ഈ റെഡ് LED ഇൻഡിക്കേറ്റർ കാണിക്കും. ഇൻ കേസ് നമ്മളിത് അരച്ചുകൊണ്ടിരുന്ന സമയത്ത് കറണ്ട് പോയെന്ന് വെച്ചോ, അപ്പം മിക്സർ ഓഫ് ആവും. എന്നിട്ട് കറണ്ട് വരുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവില്ല. എല്ലാ മിക്സിനെയും പോലെ ഇതിൻ്റെ അകത്ത് ഒരു റെഡ് ലൈറ്റ് വീണ്ടും കത്തി കിടക്കും. ആ സമയത്ത് നമ്മൾ വന്ന് കറക്റ്റായിട്ട് ഓണാക്കി കൊടുത്താൽ, ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ മിക്സർ വർക്ക് ആവുള്ളൂ. ഇതിനകത്തുള്ള എല്ലാ ജാർസും ഈ ഒരു ആൻറ്റി ഗ്രാവിറ്റി ലിഡ് ലോക്കുമായിട്ടാണ് വരുന്നത്. ഈ ലിഡ് ആക്ച്വലി നമ്മളിപ്പം നോക്കിയോ, ആ പ്രഷർ കൊടുത്ത് നമ്മൾ ഇളക്കിയാൽ മാത്രമേ ഇത് ഇളകുള്ളൂ, അല്ലാതെ ഇത് ഇളകി വരില്ല. ആ ലെവലിലാണ് അവർ നല്ല സെക്യൂറായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓരോ ജാറും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇടയ്ക്കുന്ന് ഓരോ ഓട്ട അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും വെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിനകത്ത് ഓട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതുമാത്രമല്ല നമ്മൾ അരയ്ക്കുന്ന സാധനം അവിടെ ഇവിടെയൊക്കെ പോയി ഒട്ടിയിരിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ക്ലീൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പത്തിനാണ് അവരിത് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു മോട്ടറിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ വൈഡ് റേഞ്ച് ഓഫ് ഗ്രൈൻഡിങ് സ്പീഡ് ഉണ്ട്. നമുക്ക് 2000 RPM മുതൽ 18000 RPM വരെ നമുക്ക് ഇതിനകത്ത് ഗ്രൈൻഡിങ് സ്പീഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാർട്സ് മോഡ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ക്വാർട്സ് ടെക്സ്ചർ അറിയാലോ, അതായത് റഫായിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഗ്രൈൻഡ് ചെയ്യാം, റഫായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. നോർമലായിട്ട് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ക്വാർട്സ് മോഡിൽ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ്, നമുക്ക് ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്, മറ്റേ ഇവിടെയൊക്കെ ഇങ്ങനെ തള്ളിപ്പിടിച്ചൊരു മിക്സി. അത്രയൊന്നുമില്ല, ഇതാ ചെറുത് ഒരു സൈഡിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ വെച്ചിരിക്കാം. ഈ ജാറ് മാത്രം നിങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് കറക്റ്റായിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്താൽ മതി. പിന്നെ കറക്റ്റായിട്ട് ഇരുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഫേം ആയിട്ടുള്ള ഒരു സക്ഷനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ 3 വർഷത്തെ വാറണ്ടിയാണ് കിട്ടുന്നത്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ 3 വർഷത്തിനകത്ത് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പരീക്ഷണം ആണ് നമ്മുടെ അടുത്ത പരിപാടി. അതായത് ഇതിൻ്റെ ക്വാർട്സ് മോഡ് എന്താണ്, നോർമലായിട്ട് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത്. ഞാൻ എന്താ തേങ്ങ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട്. ഇത് മിക്സി ശരിയാക്കാനുള്ള ഇതാണ്. അതായത് സെക്യൂറായിട്ട് നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റി ലോക്ക് ചെയ്തു. ഇനി ഞാനൊന്ന് ക്വാർട്സ് മോഡിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് കാണിക്കാം. എന്താണ് ക്വാർട്സ് മോഡെന്ന് കാണണ്ടേ? അതായത് നമുക്ക് തേങ്ങ ചിരണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ തോരനൊക്കെ വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടി എടുക്കൂലേ, ആ ചിരണ്ടി എടുക്കാനായിട്ട് പറ്റും. കണ്ടോ, നല്ല ഫൈനായിട്ട് നമുക്കിത് ചിരണ്ടി എടുക്കാം. ഇത് ഇനി ഡയറക്റ്റായിട്ട് നിങ്ങൾ തോരനുണ്ടാക്കുന്ന സമയത്ത് തോരനിലേക്ക് ഇട്ട് ബാക്കി മസാലകളും കൂടി ഇട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞെടുത്ത് ഒന്ന് കറക്കി ചുറ്റി കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂക്കി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും നിങ്ങൾക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള എന്താണ് തോരൻ. എല്ലായിടത്തും തോരൻ എന്നല്ല പറയണത്. തോരൻ ഉപ്പേരി നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും. ഉപ്പേരി എന്നാണ് പറയണത് തൃശ്ശൂരൊക്കെ. തോരൻ ഉപ്പേരി എന്നാണ് പറയണത് അല്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം.
പിന്നെ ഇതിൻ്റെ ഇടയിൽ കൈയൊക്കെ ഇട്ട് കറക്കപ്പോൾ സൂക്ഷിക്കണം. അതുപോലെ തോരനൊക്കെ അരയ്ക്കാൻ പറ്റിയ രീതിയിൽ തേങ്ങ അരഞ്ഞിട്ടിട്ടുണ്ട്. തേങ്ങയുടെ കേസ് മാത്രമല്ല, നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ആക്ച്വലി നിങ്ങൾക്ക് ഇങ്ങനെ തേങ്ങ അരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങനെ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അത് കുറച്ച് ടാസ്ക്കാണ്. അതിനേക്കാളും ഈസി ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ റഫായിട്ട് നിങ്ങൾക്ക് ചോപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് പക്ക. ഇനി നോർമൽ മോഡ് കാണിച്ചു തരാം. അപ്പോൾ ഇതങ്ങോട്ട് വെച്ച് വയ്ക്കാം. നമുക്ക് ബാക്കി കുറച്ച് തേങ്ങ വീണ്ടും ഇടാം. ഓക്കെ, അടയ്ക്കാം ഒന്നുകൂടി. ഓക്കെ, അതിനിവിടെ സെക്യൂറായിട്ട് വെച്ച് കഴിയുമ്പോൾ ആ ഒരു ടോണ് കേൾക്കും. ഇനി നമുക്ക് നോർമൽ മോഡ് ഇടാം. ഇനി നമുക്ക് ഈ നോർമൽ മോഡിലിട്ട് അരച്ചത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ടെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, തുറക്കാം. നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടി. അതായത് ഇതൊന്ന് പിഴിഞ്ഞെടുത്താൽ നമുക്ക് തേങ്ങാപ്പാൽ കിട്ടും. അങ്ങനെ ഫൈനായിട്ട്, അതായത് ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന ടൈപ്പിലോട്ടായി. കാരണം കണ്ടോ, അത് നമുക്ക് ഉരുട്ടി ചമ്മന്തിയാക്കാം. അപ്പം ചമ്മന്തിക്കുള്ള സാധനങ്ങളൊന്നുമില്ല, കുറച്ച് ഇതും മുളകും ഇതും കിട്ടിയിരുന്ന ചമ്മന്തി ആക്കിയായിരുന്നു. പുളിയും കണ്ടോ, ചമ്മന്തിക്കുള്ള സെറ്റപ്പിലായി. എന്നാൽ ഇത് കോഴ്സ് മോഡിലിട്ട് അരച്ചത് നമുക്ക് കണ്ട തേങ്ങ കൊത്ത്, അല്ലെങ്കിൽ നമുക്കിപ്പം ചിലർ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ കൊത്തിടാറുണ്ട്, അതേപോലെയുള്ള. അപ്പോൾ തേങ്ങ ടേസ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും? നല്ല ശുദ്ധമായ തേങ്ങ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ആട്ടംബർഗിൻ്റെ BLDC മിക്സർ ഗ്രൈൻഡർ. ഇതേപോലെ നിങ്ങൾക്ക് പല മോഡിലും പലതിലും നിങ്ങൾക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും. ആക്ച്വലി നമുക്ക് 3 മോഡ് വരുന്നുണ്ട്. അപ്പോൾ 3ാമത്തെ മോഡിലേക്ക് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നല്ല പവർഫുൾ മോട്ടറാണ്. ഇപ്പോൾ 18,000 RPM നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാം. പക്ഷേ അത് ഭയങ്കരമായിട്ട് അരഞ്ഞു പോവും. അപ്പോൾ ശ്രദ്ധിച്ച് അരയ്ക്കുക. നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് 1ലോ 2ലോ ഇട്ട് അരച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ 3ലോട്ടൊക്കെ പോവുക. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കൺസിസ്റ്റൻസിയിൽ അരഞ്ഞ് കിട്ടണമെന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.